എന്നോട് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞതാണ് ഈ ഒരു ടോപ്പിക്ക് ഇടുകയാണ്. കാരണം അവരൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് അവരുടെ ഹസ്ബൻഡൊക്കെ കൂടെ കിടക്കുന്നില്ല. കാരണം അന്വേഷിച്ചപ്പോൾ എന്ന് വെച്ചാൽ ഹസ്ബൻഡൊക്കെ ഉണ്ടല്ലോ 24 hours മൊബൈലും അവർ വേറെ എന്തൊക്കെയോ കലാപരിപാടികളാണ് അവിടെ. വൈഫിനെ വേണ്ട, അവർക്ക് സ്നേഹമെല്ലാം ഉണ്ട്, പക്ഷേ ഈ വക അവർക്ക് വയ്യ. കാരണം അവർ പോൺ വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾ സ്വയം ചെയ്യുന്നു. അപ്പോൾ ഭാര്യനെ ആർക്ക് ചെയ്തു കൊടുക്കും? ഭാര്യയ്ക്ക് ചെയ്യണ്ടേ? അപ്പം നിങ്ങൾ കല്യാണത്തിന് മുന്നേ ചെയ്തത് ഇത് ശീലിച്ച് പോയി. നിങ്ങൾ 4-5 തവണയൊക്കെ നിങ്ങൾ ഡെയിലി അത് ചെയ്ത് പിന്നെ അത് നിങ്ങൾ അഡിക്ഷനായി നിങ്ങളതിൽ. അപ്പം നിങ്ങൾക്ക് ഒരു വൈഫിൻ്റെ അടുത്ത് നിങ്ങൾക്ക് തോന്നില്ല, നിങ്ങളതിലല്ലേ പ്രാക്ടീസ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് അത് അങ്ങനെ കണ്ടിന്യൂ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. പെണ്ണുങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു. കണ്ടിന്യൂ നിങ്ങൾ ഡെയിലി ചോറ് കഴിക്കുന്ന പോലെ 5-6 തവണയൊന്നും വേണമെന്നില്ല. നിങ്ങൾക്ക് തോന്നുമ്പോൾ ഒക്കെ ചെയ്യുക. പിന്നെ ഞാനിതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞു തുടങ്ങിയിട്ട് ഒരു 3-4 കൊല്ലമായിട്ടുണ്ട്. പിന്നെ ഇത് അറിയാത്ത ഒരുപാട് പെണ്ണുങ്ങളുണ്ടാവും. പെണ്ണുങ്ങളും ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങളുണ്ട്, സ്വയം ചെയ്യാം. പിന്നെ ഇതിപ്പം എൻ്റെ അമ്മ കേൾക്കുമ്പോൾ എന്നെ കുറേ ചീത്ത പറയും. പിന്നെ ഒറ്റമേ പുതു കുത്തി കൊല്ലും തന്നെ. പിന്നെയുണ്ടല്ല, പിന്നെ മൃഗങ്ങളും പക്ഷികളും എന്നുകൊണ്ട് എല്ലാവർക്കും ഇതുണ്ടത്ര. ഞാൻ ഇതറിഞ്ഞത് ഒരു 2 കൊല്ലമായിട്ടേ ഉള്ളൂ. ഞാൻ അതുപോലും ഇപ്പോഴും അറിയുന്നതന്നെ മൃഗങ്ങൾക്കൊക്കെ ഉണ്ടെന്നുള്ളത്. കാരണം ഞാൻ കുറച്ച് പിടക്കോഴികളെ വെച്ചു. പിടക്കോഴികളെ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നു. അത് മുട്ടയിടുന്നേ ഇല്ല. അപ്പം എന്നോട് വെച്ചാൽ പൂവൻ കോഴി ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു അതറിയില്ല എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു പൂവൻ കോഴി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉണ്ട്. ഇപ്പോൾ അവർ വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ പൂവൻ കോഴിയില്ലല്ലോ. ഞാൻ പറഞ്ഞു എന്തിനാ പൂവൻ കോഴി എന്ന് ചോദിച്ചു. പിടക്കോഴിയല്ലേ മുട്ടയിടുന്നത്. അപ്പം എന്നോട് ഇങ്ങനെ തലയൊക്കെ അയച്ചിട്ട് എനിക്ക് അതും അറിയില്ലേ. ഞാൻ പറഞ്ഞു എന്താ എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞ് എടി പിടക്കോഴി പൂവൻ കോഴി ഉണ്ടെങ്കിലല്ലേ എടി പിടക്കോഴി മുട്ടയിടുള്ളൂ. പിന്നെ അത് എന്താണ് മറ്റേ ഇങ്ങനെ നമുക്ക് മുട്ട വെച്ച് അതിനെ പ്രസവിപ്പിക്കാനൊക്കെ പറ്റുള്ള ആ ഒരു സംഭവമൊക്കെ എനിക്ക് പറയാറില്ല. തരുത്. അപ്പം എന്നോട് എടി എല്ലാ മൃഗങ്ങൾക്കും ഇങ്ങനെയുണ്ട് എന്നൊക്കെ. അപ്പം ഞാൻ അങ്ങനെയാ എല്ലാവർക്കും ഉണ്ട് അങ്ങനെ ഞാൻ അറിഞ്ഞു. അപ്പോൾ എന്നെപ്പോലെ അറിയാത്ത ഒരുപാട് പേരുണ്ട്. നമ്മുടെ മൃഗങ്ങൾക്കുണ്ട്, പക്ഷികൾക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്, നമുക്കും ഉണ്ട്. അവർക്കത് അവരിൽ മൃഗങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് അറിയില്ല അവരുടെ മക്കളേതാണെന്നൊന്നും അവർക്കറിയില്ല. എനിക്ക് തോന്നുന്നത് പൂച്ചേനൊക്കെ ഞാൻ കണ്ടിട്ട് അവർക്ക് അവരുടെ അറിയാം മക്കളാണോ ബന്ധുവാണോ എന്നൊന്നും അറിയില്ല. അവർക്ക് അതിനെക്കുറിച്ച് വലിയ ഇതില്ല എന്നുണ്ട്. നമ്മൾ മനുഷ്യരാണ് സഹോദരങ്ങൾ എന്നൊക്കെയുള്ളൊരു വാല്യൂ കൊടുക്കുന്നത്, സ്നേഹബന്ധം ഇതൊക്കെല്ലാം നമ്മളിലാണ്ടത്. അവർക്ക് സ്നേഹം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, ബന്ധങ്ങളില്ലാന്ന് തോന്നുന്നു. മനസ്സിലായോ? നമ്മൾ മനുഷ്യരിൽ ബന്ധങ്ങളുണ്ട്. മക്കൾക്ക് വേണ്ടി